നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. വരും ദിവസങ്ങളിൽ മഴ കനക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ വരും 3 ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. ലഹരി കേസുകളിൽ പലതും ന്യൂസിന് വേണ്ടി മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തന്റെ പേര് പരാമർശിച്ചത് മാധ്യമങ്ങളാണെന്നും ഷൈൻ പ്രതികരിച്ചു. 24 മണിക്കൂറും ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികൾ അത് തേടിപ്പോവുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരി കേസുകളിലെല്ലാം തന്നെ പിടിയിലാകുന്നത് സാധാരണക്കാരുടെ മക്കളാണെന്നും പിടിപാടുള്ളവർ രക്ഷപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകൾ 3 മാസത്തിനകം രാഷ്ട്രപതി ഒപ്പിടണമെന്ന് സുപ്രീം കോടതി. തമിഴ്നാട് ഗവർണർ കേസിലെ വിധിയിലാണ് നിർദ്ദേശം. ബില്ലുകളുടെ അനുമതി രാഷ്ട്രപതി നിഷേധിച്ചാൽ മാത്രമേ സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാനാകൂ. ഓർഡിനൻസുകൾക്ക് 3 ആഴ്ചകളിൽ തന്നെ ഒപ്പിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബംഗാളിൽ വഖഫ് ബില്ലിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ സംഘർഷം. മുർഷിദാബാദിൽ പ്രതിഷേധകർ ട്രെയിനിന് നേരെയും പോലീസിന് നേരെയും കല്ലെറിയുകയും പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. TMC നേതാവ് ഖലീലുർ റഹ്മാന്റെ ഓഫീസ് തകർത്തു. പ്രതിഷേധത്തിനിടെ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് നിർദ്ദേശിച്ച് ഗവർണർ. നിലവിൽ മുർഷിദാബാദിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. BSF-നെ വിന്യസിച്ചു. കോടതി വിധിക്ക് പിന്നാലെ അതിവേഗം ടൗൺഷിപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച് സർക്കാർ. കോടതി നിർദ്ദേശിച്ച 17.7 കോടി രൂപ ഇന്നലെ തന്നെ കോടതിയിൽ കെട്ടിവെച്ച് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് തുടക്കം കുറിച്ച് കേരള സർക്കാർ. നഷ്ടപരിഹാരം പോരെന്നുന്നയിച്ച് എൽസൺ എസ്റ്റേറ്റ് മാനേജ്മെന്റ് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് സർക്കാർ സ്ഥലം ഏറ്റെടുത്തു എന്ന ബോർഡ് വെച്ച് തറക്കല്ലിടാൻ ഒരുങ്ങുന്നത്. മുനമ്പം ഭൂമി തർക്കത്തിൽ അഭിഭാഷക കമ്മീഷനെ വയ്ക്കണമെന്ന ആവശ്യവുമായി ഉടമ സിദ്ദീഖ് സേഠിന്റെ കുടുംബം. ഫറൂഖ് കോളേജിന് കൈമാറിയ ഭൂമിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്നും ആവശ്യം. കൊല്ലത്ത് വൻ ലഹരിവേട്ട. ചടയമംഗലത്ത് പനമ്പള്ളി സൂപ്പർമാർക്കറ്റിൽ നിന്നും 700 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടി. ഇന്നലെ അർദ്ധരാത്രി നടത്തിയ പരിശോധനയാണ് ഇവ പിടികൂടിയത്. വിപണിയിൽ 10 ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. കടയുടെ ഉടമ നിരവധി കേസുകളിലെ പ്രതിയെന്നും പോലീസ് പറഞ്ഞു. ഉടമയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ജമ്മു കാശ്മീരിലെ ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ അഖ്നൂർ സെക്ടറിലാണ് ഇന്നലെ രാത്രി ആയുധധാരികളായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ അഖ്നൂർ സെക്ടറിലാണ് ഇന്നലെ രാത്രി ആയുധധാരികളായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായത്. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചുവെങ്കിലും ഒരു സൈനികനും മരണപ്പെടുകയായിരുന്നു. എറണാകുളത്ത് ചികിത്സയ്ക്കെത്തിയ യുവതിയെ ഡോക്ടർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. ഡോക്ടർ രാംകുമാറിനെതിരെയാണ് ചേരാനല്ലൂർ പോലീസ് കേസെടുത്തത്. ചികിത്സ തേടിയെത്തിയ തന്നെ ഡോക്ടർ കടന്നു പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് യുവതി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ രാംകുമാറിനെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPL അപ്ഡേറ്റ്സ്. നാണം കെട്ട തോൽവി. ധോണി ക്യാപ്റ്റനായി തിരിച്ചെത്തിയ മത്സരത്തിൽ CSKക്ക് റെക്കോർഡ് തോൽവി. IPL 2025 മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 8 വിക്കറ്റിന് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് കീഴടങ്ങി. CSK 20 ഓവറിൽ 103 റൺസ് മാത്രം നേടിയപ്പോൾ 10.1 ഓവറിൽ KKR ലക്ഷ്യം കണ്ടു. 18 വർഷത്തെ IPL ചരിത്രത്തിൽ ശേഷിക്കുന്ന പന്തിന്റെ അടിസ്ഥാനത്തിൽ CSKയുടെ ഏറ്റവും വലിയ തോൽവിയാണിത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. സൈനിങ് ഓഫ്, കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.